ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിലെ ബിഗ് അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിന്റെ ക്രൈറ്റീരിയ അനുബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനാണ് പോകുന്നത്. അത് പതിയെ പറയാം, ലാസ്റ്റ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് 4 അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൻ്റെ ക്രൈറ്റീരിയയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്ററിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു ദിവസം മുമ്പ് വന്ന ഒരു അപ്ഡേഷനാണ്. എനിക്ക് കുറച്ച് ലേറ്റായി പോയി ഈ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേറെ ഒന്നല്ല, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും റീൽസ് യൂണിഫിക്കേഷൻ. അതായത് റീൽസുമായിട്ട് ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് റീൽസ് യൂണിഫിക്കേഷൻ. റീൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് സൂൺ ഓൾ വീഡിയോ വിൽ ബി ഷെയർഡ് ആസ് എ റീൽ ഓൺ ഫേസ്ബുക്ക്, വിച്ച് മീൻസ് അതായത് നമ്മൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അത് റീൽസിൻ്റെ കാറ്റഗറിയിലായിട്ടായിരിക്കും വരുന്നത്. ഇനി ലോങ് വീഡിയോ, റീൽസ് അങ്ങനെ ഒരു തരംതിരിച്ചിട്ടുള്ള സെക്ഷൻ ഇല്ല. എല്ലാം മൊത്തത്തിൽ നമ്മുടെ റീൽസിൻ്റെ സെക്ഷനിലായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിലവിൽ വീഡിയോ എന്നുള്ളത്, ആ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയേക്കാം. ആ വീഡിയോ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലോങ് വീഡിയോ റീൽസും എല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ലോങ് വീഡിയോ ആണ്, ഇതൊക്കെ ലോങ് വീഡിയോ ആണ്, ഇത് ലോങ് വീഡിയോ ആണ്, ഇത് റീൽസാണ്, ഇത് റീൽസാണ്, ഇത് റീൽസാണ്, ഇത് റീൽസാണ്, ഇത് ലോങ് വീഡിയോ ആണ്. ഇത് കമ്പനിയിൽ വെക്കാൻ വിട്ടുപോയി, വെക്കണത്ര. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഇനിയുള്ള കാലം ഒരുമിച്ചിട്ട് പിന്നെ ഈ റീൽസിൻ്റെ സെക്ഷനിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇനി വീഡിയോ ലോങ് പിന്നെ റീൽസ് എന്നില്ല, ഇതൊരു തരംതിരിക്കൽ ഇനി അങ്ങോട്ടില്ല. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് റീൽസ് വോണ്ട് ഹാവ് എനി ലെങ്ത് ഓർ ഫോർമാറ്റ് റെസ്ട്രിക്ഷൻ. റീൽസിന് ഒരു ടൈമിങ് ഇല്ല, 1 മിനിറ്റോ അല്ലെ 2 മിനിറ്റോ 3 മിനിറ്റോ എന്നുള്ളൊരു ടൈമിംഗ് ഇല്ല. നമ്മൾക്ക് എത്ര ടൈമുള്ള റീൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് റീൽസ് ലോങ് വീഡിയോ എന്നുള്ളൊരു തരംതിരിക്കലില്ല. നമുക്ക് എത്ര മിനിറ്റിന്റെ വീഡിയോ ആടുന്നത് അത് നമുക്ക് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതാണ് മെയിൻ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. മുമ്പിൽ നമുക്ക് 1 മിനിറ്റോ പറ്റുള്ളൂ, അല്ലെങ്കിൽ 90 സെക്കൻഡ് അല്ലെങ്കിൽ 3 മിനിറ്റ് അങ്ങനെയുള്ള ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എത്ര ടൈമിംഗ് വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് റീൽസ് വിൽ ഹാവ് ആക്സസ് ടു ദ സെയിം എഡിറ്റിംഗ് ടൂൾസ്. റീൽസ് ആയാലും അതുപോലെ തന്നെ പിന്നെ ലോങ് വീഡിയോ ആയാലും അതിൻ്റെയൊക്കെ ടൂൾസ് നമുക്ക് ഒരു വെറൈറ്റി വേറെ എന്നുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിൽ എല്ലാത്തിനും ഒരേ ടൂൾസ്, അതായത് നമുക്ക് ഈ ലോങ് വീഡിയോയിൽ കിട്ടുന്ന അതേ സെയിം ടൂൾസ് നമുക്ക് റീൽസിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ റീൽസ് ക്യാൻ ബി ഷോ ഇൻ ഫീഡ് ഓർ ദ റീൽസ് ടാബ്. അതായത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ റീൽസും അതുപോലെ തന്നെ വീഡിയോയും എല്ലാം ഒറ്റ ടാബിൽ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കില്ല. മുമ്പത്തെ പോലെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, പിന്നെ നാലാമത് വരുന്നത് ഓൾ ഓഫ് യു ഇൻസൈറ്റ് വിൽ ബി സിംപ്ലിഫൈഡ് ഇൻ ടു റീൽസ് അനലിറ്റിക്സ്. അതായത് അനലിറ്റിക്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് ഇൻസൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റീൽസ് എന്നുള്ള സെക്ഷൻ ആയിരിക്കും കാണല്. ഇനി വീഡിയോ എന്നുള്ള സെക്ഷനിൽ കാണാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ കാണുന്നുണ്ടാവും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 4ാമത്തെ അപ്ഡേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5ാമത്തതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അപ്ഡേഷൻ, അതായത് നമ്മളുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനാണ്. അത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം വിൽ കണ്ടിന്യൂ ടു റിവാർഡ് യു ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസിന് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങൾ എലിജിബിൾ ആവുന്നത്. ഞാൻ ഇന്നലെ ഒരു മേഡത്തിന്റെ വീഡിയോ കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ കാണുന്നുണ്ട് 5000 വാച്ച് അവർ, പിന്നെ അതുപോലെ തന്നെ ഇത്ര ഫോളോവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ആ ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾസ് ലഭിക്കുന്ന ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സാപ്പിലും മെസ്സേജ് അയക്കുന്നു, ഇങ്ങനൊരു പിന്നെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ. ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ നിലവിൽ ഒരു ക്രൈറ്റീരിയ വന്നിട്ടില്ല. അതായത് അങ്ങനെ വാച്ച് അവറിൻ്റെയും അതുപോലെ തന്നെ ഫോളോവേഴ്സിൻ്റെയും വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ വന്നിട്ടില്ല. ഇപ്പോഴും ഈ ഒരു ക്രൈറ്റീരിയ, അതായത് ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് പെർഫോമൻസ്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും. ഈ പെർഫോമൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, അതായത് കൂടാതെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി. ഈ 2 പോളിസിയും കൂടി നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ തോന്നിയ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുകൂടാതെ തന്നെ നിങ്ങൾ എല്ലാ ഫോർമാലിറ്റിയിലുള്ള
കണ്ടന്റ് ഇടണം, റീൽസ് ഇടണം, അതുപോലെ തന്നെ ലോങ് വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോസ്, അതുപോലെ തന്നെ സ്റ്റോറി, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ലൈവ്, ഇതൊക്കെ എല്ലാ ഫോർമാലിറ്റിയിലുള്ള കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇത് ലഭിക്കാനുള്ള സാധ്യത. ഇത് മെയിനായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഫേസ്ബുക്ക് തീരുമാനിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഇതൊക്കെ റിവ്യൂ ചെയ്തിട്ടായിരിക്കും അതിന് അനുയോജ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ടൂൾസ് അയച്ച് കൊടുക്കുന്നത്. ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് 50K ഫോളോവേഴ്സായി, 75K ഫോളോവേഴ്സായി, അത് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും അതിൽ. ചിലപ്പോൾ അവര് പിന്നെ ഈ പറയുന്ന രീതിയിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയും അതുപോലെ തന്നെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസിയൊന്നും ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഫോളോ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ള റീസൺ കൊണ്ടും നമുക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ നിലവിൽ ഇതുവരെ ക്രൈറ്റീരിയ വന്നിട്ടില്ല, അതായത് വാച്ച് അവറും ഫോളോവേഴ്സും വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ വന്നില്ല. ഇപ്പോഴും അതേ ക്രൈറ്റീരിയ തന്നെയാണ്. നിങ്ങൾ പരമാവധി പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അതിനെ അനുസരിച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ടൂൾസ് ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ബൈ ചാൻസ് August 31 ശേഷം വേറെ ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻ വരുമായിരിക്കും. നിലവിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.